ഹലോ, എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഈയൊരു സെഷനിൽ നമ്മൾ മാർക്കറ്റ് സ്ട്രക്ചറിനെ കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. അതായത് എപ്പോൾ ട്രേഡ് ചെയ്യണം, എങ്ങനെ വലിയ പ്ലേയേഴ്സിന്റെ മൂവ്മെന്റ്സ് കണ്ടുപിടിക്കാം, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നമുക്ക് സിമ്പിളായിട്ടൊന്ന് നോക്കാം. അപ്പോ നമുക്ക് ഡീറ്റെയിൽസിലേക്ക് പോകുന്നതിനു മുൻപ് ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു ചോദ്യത്തിൽ നിന്ന് തന്നെ തുടങ്ങാം, അല്ലേ? എന്തുകൊണ്ടാണ് ഈ പ്രൈസ് ഇങ്ങനെ മുകളിലോട്ടും താഴോട്ടും പോയിക്കൊണ്ടിരിക്കുന്നത്? ഈ ഒരൊറ്റ ചോദ്യത്തിനുള്ള ഉത്തരം കിട്ടിയാൽ സത്യം പറഞ്ഞാൽ ട്രേഡിംഗ് കുറച്ചുകൂടെ എളുപ്പമാവും. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ കവർ ചെയ്യാൻ പോകുന്ന ടോപ്പിക്സ് ഇതൊക്കെയാണ്: ട്രേഡിംഗ് സൈക്കിൾ, കറൻസി പെയറുകൾ, മാർക്കറ്റിനെ ചലിപ്പിക്കുന്ന കാര്യങ്ങൾ, പിന്നെ കുറച്ച് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള BPR ഓർഡർ ബ്ലോക്കുകൾ. നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ശരി, അപ്പോ നമുക്ക് ആദ്യത്തെ വിഷയത്തിലേക്ക് കടക്കാം. എപ്പോൾ ട്രേഡ് ചെയ്യണം? ഇതാണ് നമ്മുടെ ആദ്യത്തെ ചോദ്യം. ഒരു ട്രേഡറെ സംബന്ധിച്ചിടത്തോളം മാർക്കറ്റ് എപ്പോഴാണ് ഏറ്റവും കൂടുതൽ ആക്റ്റീവായിരിക്കുന്നത് എന്നറിയുന്നത് അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമുക്കറിയാം, ഫോറക്സ് മാർക്കറ്റ് 24 മണിക്കൂറും ഓപ്പണാണ്. പക്ഷേ അതിനർത്ഥം എപ്പോൾ വേണമെങ്കിലും ട്രേഡ് ചെയ്യാം എന്നല്ല. പ്രധാനമായും 4 സെഷനുകളാണുള്ളത്. ഇവിടെ കൊടുത്തിരിക്കുന്നത് ഇന്ത്യൻ സമയമാണ് കേട്ടോ. സിഡ്നി, ടോക്കിയോ, ലണ്ടൻ, പിന്നെ ന്യൂയോർക്ക്. ഇനി ഇതിലെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഓരോ സെഷനിലും ചില പ്രത്യേക കറൻസികൾക്ക് ഭയങ്കര മൂവ്മെന്റ് ആയിരിക്കും. ഇപ്പോൾ സിഡ്നി സെഷൻ നടക്കുമ്പോൾ ഓസ്ട്രേലിയൻ ഡോളറിനും ന്യൂസിലൻഡ് ഡോളറിനും ഒക്കെ നല്ല അനക്കം ഉണ്ടാവും. അതുപോലെ ലണ്ടൻ സെഷനാണെങ്കിൽ യൂറോയും പൗണ്ടും. അപ്പോൾ ഏത് സമയത്ത് ഏത് പെയറിലാണ് ഫോക്കസ് ചെയ്യേണ്ടതെന്ന് നമുക്കിതിൽ നിന്നൊരു ഐഡിയ കിട്ടും. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ, നിങ്ങളൊരു കറൻസി ട്രേഡ് ചെയ്യാൻ പോവുകയാണെങ്കിൽ അതിന്റെ ഹോം മാർക്കറ്റ് ഓപ്പൺ ആണോന്ന് നോക്കുന്നത് വളരെ നല്ലതാണ്. കാരണം ആ സമയത്തായിരിക്കും അവിടെ നല്ല വോള്യൂം ഉണ്ടാകുന്നത്, നല്ല അവസരങ്ങളും കിട്ടും. 2 കറൻസികളും ഇനാക്റ്റീവ് ആയിരിക്കുന്ന സമയത്ത് ട്രേഡ് ചെയ്യുന്നത് അത് ഒഴിവാക്കുന്നതാണ് ബുദ്ധി. ഓക്കെ, അപ്പോ എപ്പോൾ ട്രേഡ് ചെയ്യണം എന്ന് നമുക്ക് മനസ്സിലായി. ഇനി അടുത്ത ചോദ്യം, എന്ത് ട്രേഡ് ചെയ്യണം? ശരിയായ കറൻസി പെയറുകൾ എങ്ങനെ തിരഞ്ഞെടുക്കാം എന്ന് നമുക്ക് നോക്കാം. കറൻസി പെയറുകളെ നമുക്ക് സിമ്പിളായിട്ട് രണ്ടായിട്ട് തിരിക്കാം. നിങ്ങൾ നോക്കുന്ന പെയറിൽ $, അതായത് USD ഉണ്ടെങ്കിൽ അത് മേജർ പെയർ, USD ഇല്ലെങ്കിൽ അത് മൈനർ പെയർ. സാധാരണഗതിയിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ ട്രേഡ് ചെയ്യുന്നതും കൂടുതൽ മൂവ്മെന്റ് ഉള്ളതും ഈ മേജർ പെയറുകളിലാണ്. ഒരുപാട് പേരുകൾ ഒരേ സമയം നോക്കി തലപ്പുണ്ടാക്കുന്നതിന് പകരം ഒരു ചെറിയ വാച്ച് ലിസ്റ്റ് ഉണ്ടാക്കുന്നതാണ് എപ്പോഴും നല്ലത്. ഒരു ടിപ്പ് പറയാം. ഒരു 4-5 പേരുകൾ സെലക്ട് ചെയ്യുക. അതിൽ 2 മേജർ, 2 മൈനർ, പിന്നെ ഗോൾഡ് പോലത്തെ ഒരു കമ്മോഡിറ്റിയും. ഇത്രയും മതി നമുക്ക് ഫോക്കസ്ഡ് ആയിട്ടിരിക്കാൻ. ഇപ്പോ ട്രേഡിംഗ് വ്യൂ ഉപയോഗിക്കുന്നവർക്ക് ഒരു സംശയം വരാം, എങ്ങനെയാണ് ഈ പേരുകളും ബ്രോക്കറുമൊക്കെ സെലക്ട് ചെയ്യുകയെന്ന്. കാരണം ഓരോ അസറ്റിനും ക്ലീൻ ഡേറ്റ കിട്ടാൻ ചിലപ്പോൾ നമ്മൾ പല ബ്രോക്കർമാരെ ആശ്രയിക്കേണ്ടി വരും. ഇതൊരു കോമൺ സെറ്റപ്പാണ്. അതായത് ഫോറക്സ് പെയറുകൾക്ക് OANDയുടെ ചാർട്ട് നോക്കും. ക്രിപ്റ്റോ ആണെങ്കിൽ ബിനാൻസ് ആയിരിക്കും ബെസ്റ്റ്. ഇനി ഇൻഡെക്സ് ആണെങ്കിൽ TVC. ഇങ്ങനെ ചെയ്യുന്നത് നമ്മുടെ അനാലിസിസ് കുറച്ചുകൂടെ കൃത്യമാക്കാനും ഡേറ്റയിൽ എറർ വരാതിരിക്കാനും സഹായിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ എപ്പോൾ ട്രേഡ് ചെയ്യണം, എന്ത് ട്രേഡ് ചെയ്യണം എന്നൊക്കെ പഠിച്ചു. ഇനി നമ്മൾ ഇതിന്റെ കാതലായ ഭാഗത്തേക്ക് വരുവാണ്. എന്തുകൊണ്ടാണ് ഈ പ്രൈസ് ശരിക്കും ചലിക്കുന്നത്? ഇതിന് പിന്നിലെ ആ ഹിഡൻ എഞ്ചിൻ എന്താണ്? ശരിക്കും പറഞ്ഞാൽ മാർക്കറ്റിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് 2 കാര്യങ്ങളാണ്. 1 ലിക്വിഡിറ്റി, 2 അൺഫിൽഡ് ഓർഡറുകൾ. മാർക്കറ്റ് എപ്പോഴും ഈ ലിക്വിഡിറ്റി ഉള്ള സ്ഥലത്ത് നിന്ന് അൺഫിൽഡ് ഓർഡറുകളുള്ള സ്ഥലത്തേക്കും അവിടെ നിന്ന് തിരിച്ച് ലിക്വിഡിറ്റിയിലേക്കും ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കും. ലിക്വിഡിറ്റി എന്ന് പറഞ്ഞാൽ അത് മാർക്കറ്റിന്റെ പെട്രോൾ ആണെന്ന് വിചാരിച്ചോ. ഒരു വണ്ടി ഓടാൻ പെട്രോൾ വേണ്ടേ? അതുപോലെയാണ് റീറ്റെയിൽ ട്രേഡേഴ്സായ നമ്മളൊക്കെ സ്റ്റോപ്പ് ലോസ് വെക്കുന്ന സ്ഥലങ്ങളില്ലേ, അതായത് റീസെന്റ് ഹൈ, റീസെന്റ് ലോ, അവിടെയൊക്കെ ഒരുപാട് ഓർഡറുകൾ കുന്നുകൂടി കിടക്കുന്നുണ്ടാവും. വലിയ പ്ലെയേഴ്സിന് അവരുടെ വലിയ ഓർഡറുകൾ എക്സിക്യൂട്ട് ചെയ്യാൻ ഈ പെട്രോൾ വേണം. അപ്പോൾ മാർക്കറ്റ് സ്വാഭാവികമായും അങ്ങോട്ട് പോകും. ഇതിപ്പോ 2 തരത്തിലുണ്ട്. റീസെന്റ് ഹൈക്ക് മുകളിലുള്ള ഓർഡറുകളെ നമ്മൾ ബൈ സൈഡ് ലിക്വിഡിറ്റി അഥവാ BSL എന്ന് പറയും. അതുപോലെ റീസെന്റ് ലോയുടെ താഴെയുള്ളതിനെ സെൽ സൈഡ് ലിക്വിഡിറ്റി അതായത് SSL എന്നും. മാർക്കറ്റിന് സെൽ ചെയ്യാനാണെങ്കിൽ അത് BSLനെ ടാർഗറ്റ് ചെയ്യും, ബൈ ചെയ്യാനാണെങ്കിൽ SSLനെയും. നിങ്ങൾ ചാർട്ടിൽ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ചിലപ്പോൾ ഒറ്റയടിക്ക് ഒരു വലിയ കാൻഡിൽ മുകളിലേക്കോ താഴേക്കോ പോകുന്നത്. അവിടെ ബയേഴ്സും സെല്ലേഴ്സും തമ്മിൽ ഒരു ഡീൽ ശരിക്കും നടന്നിട്ടില്ല, ഒരു ഗ്യാപ്പ് പോലെ. ഇതിനെയാണ് നമ്മൾ ഇംബാലൻസ് എന്ന് വിളിക്കുന്നത്. മാർക്കറ്റിന് ഈ ഗ്യാപ്പ് ഇഷ്ടമല്ല. അതുകൊണ്ട് പിന്നീട് എപ്പോഴെങ്കിലും അത് ഫിൽ ചെയ്യാൻ അങ്ങോട്ട് തിരികെ വരാൻ നല്ല സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ ലിക്വിഡിറ്റിയെക്കുറിച്ച് പഠിച്ചു, ഇംബാലൻസിനെക്കുറിച്ചും പഠിച്ചു.
ഇനി ഇത് രണ്ടും കൂടി ചേരുമ്പോൾ എന്ത് സംഭവിക്കുമെന്ന് നോക്കാം. ഇവിടെയാണ് നമുക്ക് ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ ആദ്യത്തെ സൂചന കിട്ടുന്നത്. ആ പാറ്റേൺ ആണ് ബാലൻസ്ഡ് പ്രൈസ് റേഞ്ച് അഥവാ BPR. BPR എന്ന് പറഞ്ഞാൽ സിമ്പിളാണ്. പ്രൈസ് ആദ്യം നല്ല ഫോഴ്സിൽ മുകളിലേക്ക് പോയി ഒരു ഇംബാലൻസ് ഉണ്ടാക്കുന്നു. എന്നിട്ട് അതേ ഫോഴ്സിൽ താഴേക്ക് വന്ന് വേറൊരു ഇംബാലൻസും ഉണ്ടാക്കുന്നു. ഇതിന്റെ അർത്ഥമെന്താ? മാർക്കറ്റ് അവിടെ മുകളിലെ ലിക്വിഡിറ്റിയും എടുത്തു, താഴത്തെ ലിക്വിഡിറ്റിയും എടുത്തു, രണ്ടു കൂട്ടരെയും ട്രാപ്പ് ചെയ്തു. അതുകൊണ്ട് തന്നെ ആ ഒരു സോൺ ഭയങ്കര പവർഫുള്ളായിരിക്കും. ഇത് കണ്ടുപിടിക്കാൻ ഭയങ്കര എളുപ്പമാണ്. ചാർട്ടിന്റെ താഴെയൊരു വി ഷേപ്പ് പോലെ കണ്ടാൽ അത് ബുള്ളിഷ് BPR. ഇനി ചാർട്ടിന്റെ മുകളിലൊരു എ ഷേപ്പ്, അതായത് തലതിരിഞ്ഞ വി പോലെ കണ്ടാൽ അത് ബെയറിഷ് BPR. ആ ഷേപ്പ് തന്നെ നമുക്ക് അടുത്ത മൂവ് എങ്ങോട്ടായിരിക്കും എന്നൊരു ക്ലൂ തരും. അപ്പോ ഒരു ബെയറിഷ് BPR കണ്ടാൽ എങ്ങനെ ട്രേഡ് എടുക്കാം? സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് പറയാം. ആദ്യം മുകളിലേക്കൊരു ഇംബാലൻസ്, പിന്നെ താഴേക്കൊരു ഇംബാലൻസ്. ഈ രണ്ടും കൂടിച്ചേരുന്ന ഒരു സോൺ ഉണ്ടല്ലോ, അവിടെ നിന്നാണ് നമ്മൾ എൻട്രി എടുക്കുക. സ്റ്റോപ്പ് ലോസ് തൊട്ടുമുകളിലെ ഹൈയുടെ മുകളിൽ വെക്കുക. ടാർജറ്റോ അടുത്ത ലിക്വിഡിറ്റി എവിടെയാണോ അവിടേക്ക്. സിമ്പിൾ. ഓക്കെ, BPR നമ്മൾ പഠിച്ചു. ഇനി ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ ഫുട്പ്രിന്റ്സ് കണ്ടുപിടിക്കാനുള്ള അടുത്തൊരു പവർഫുൾ കോൺസെപ്റ്റാണ് ഓർഡർ ബ്ലോക്കുകൾ. നമുക്കതെന്താണെന്ന് നോക്കാം. ഒരു ഡൗൺ ട്രെൻഡ്, പെട്ടെന്ന് പ്രൈസ് നല്ല ഫോഴ്സിൽ മുകളിലേക്ക് പോകുന്നു. ആ വലിയ മൂവ്മെന്റിന് തൊട്ടുമുമ്പുള്ള അവസാനത്തെ റെഡ് ക്യാൻഡിൽ അഥവാ ഡൗൺ ക്യാൻഡിൽ, അതാണ് നമ്മുടെ ബുള്ളിഷ് ഓർഡർ ബ്ലോക്ക്. അതിന്റെ ലോജിക് എന്താണെന്ന് വെച്ചാൽ, ആ ഒരു പോയിന്റിലാണ് ബിഗ് പ്ലേയേഴ്സ് സെല്ലിങ്ങിനെ ഓവർടേക്ക് ചെയ്ത് ബൈയിങ് തുടങ്ങിയത്. അപ്പോ പ്രൈസ് അങ്ങോട്ട് തിരികെ വരുമ്പോൾ അവിടെ ഒരു ഡിമാൻഡ് സോൺ ഉണ്ടാകും. ഇതിന്റെ നേരെ ഓപ്പോസിറ്റാണ് ബെയറിഷ് ഓർഡർ ബ്ലോക്ക്. മാർക്കറ്റ് മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു, എന്നിട്ട് പെട്ടെന്നൊരു വലിയ വീഴ്ച. ആ വീഴ്ചയ്ക്ക് തൊട്ടുമുമ്പുള്ള അവസാനത്തെ ഗ്രീൻ ക്യാൻഡിൽ, അതായത് അപ്പ് ക്യാൻഡിൽ, അതാണ് ബെയറിഷ് ഓർഡർ ബ്ലോക്ക്. അവിടെയാണ് വലിയ കളിക്കാർ വിൽക്കാൻ തുടങ്ങിയത്. അതുകൊണ്ടുതന്നെ പ്രൈസ് വീണ്ടും അങ്ങോട്ട് വരുമ്പോൾ അതൊരു സപ്ലൈ സോണായിട്ട് പ്രവർത്തിക്കും. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ ചാർട്ടിലെ വരകളും പാറ്റേണുകളുമെല്ലാം വെറും വരകളല്ല, അത് മാർക്കറ്റിലെ വലിയ കളിക്കാർ ബാക്കി വെച്ചു പോകുന്ന കഥകളാണ്, അവരുടെ കാൽപ്പാടുകളാണ്. ആ കാൽപ്പാടുകൾ എങ്ങോട്ടാണ് പോകുന്നതെന്ന് നമുക്കിപ്പോൾ കാണാൻ പറ്റുന്നുണ്ട്. ഇനി അടുത്ത ചോദ്യം ഇതാണ്: ആ വഴിയിലൂടെ നമ്മൾ എങ്ങോട്ട് യാത്ര ചെയ്യും?